മരണത്തോടുകൂടി മനുഷ്യൻ്റെ ആത്മാവ് അവരെയും ഒന്നുകൂടി പറയാം. എന്താ ആത്മാവ്? ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ശരീരമാണ്, എൻ്റെ കൈയാണ്, കാലാണ്, കണ്ണാണ്, കാതാണോ? അല്ല. എനിക്ക് ദുഃഖമുണ്ടായി. ദുഃഖമുണ്ടാകാൻ ആരാ ദുഃഖിക്കുന്നത്? മുഖമാണ് ദുഃഖിക്കുന്നത്? കണ്ണാണോ? അല്ല. ദുഃഖം, എനിക്ക് ദുഃഖമുണ്ടായി, എനിക്ക് സന്തോഷമുണ്ടായി, എനിക്ക് സന്താപമുണ്ടായി, എനിക്ക് അഭിമാനമുണ്ടായി, എനിക്ക് അപമാനമുണ്ടായി. ആരാ അഭിമാനിക്കും? എൻ്റെ സ്വത്വമാണ്, എൻ്റെ സത്തയാണ്, അതാണ് എൻ്റെ ആത്മാവാണ്. അതിനെ പ്രകടിപ്പിക്കുന്ന കാര്യം മാത്രമാണ് ശരീരം, ഉപകരണം മാത്രമാണ് ശരീരം. സന്തോഷമുണ്ടാകുമ്പോൾ മുഖത്ത് പ്രസന്നത ഉണ്ടാവും, ദുഃഖമുണ്ടാകുമ്പോൾ കണ്ണുകൾ നിറയും. ഇത് പ്രകടിപ്പിക്കാനുള്ള ഉപകരണം മാത്രമാണ് ശരീരം. അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ ആത്മാവിൻ്റെ വാഹനം മാത്രമാണ്. അത് ഹിന്ദു കൺസെപ്റ്റും ഇസ്ലാമിക് കൺസെപ്റ്റും ഒന്ന് തന്നെയാണ്. ആത്മാവിൻ്റെ വാഹനം മാത്രമാണ് ശരീരം. മരണത്തോടുകൂടി നേരത്തെ ഞാൻ സൂചിപ്പിച്ച സഞ്ചിത കർമ്മങ്ങളുടെ ഫലം ആത്മാവ് അനുഭവിക്കാൻ തുടങ്ങും. അതിന് ഇസ്ലാമിക് കൺസെപ്റ്റിൽ ബർസഹിയ ലോകം അല്ലെങ്കിൽ ഖബർ ജീവിതം എന്ന് പറയും. അത് ആത്മീയമായി മനുഷ്യൻ അനുഭവിക്കും. പക്ഷേ മരണശേഷമുള്ളൊരു പുനരുദ്ധാനമുണ്ട്. ഈ ലോകത്തിന് അന്ത്യത്തിന് ശേഷമുള്ളൊരു പുനരുദ്ധാനമുണ്ട്. ആ പുനരുദ്ധാനത്തിലെ ഈ ആത്മാക്കൾക്ക് ശരീരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ലഭിക്കുന്ന ശരീരം ഒരാളുടെ സഞ്ചിത കർമ്മത്തിനനുസൃതമായ ശരീരമായിരിക്കും. അത് ശരിക്കും മനസ്സിലാക്കും. സഞ്ചിത കർമ്മത്തിനനുസൃതമായ ശരീരമായിരിക്കും. അത് ഇവിടെ കറുത്തവൻ അവിടെ കറുത്തവനാവില്ല, ഇവിടെ വെളുത്തവൻ അവിടെ വെളുത്തവനാവുകയില്ല, ഇവിടെ കണ്ണുള്ളവൻ കണ്ണുള്ളവനാകണമെന്നില്ല, കണ്ണില്ലാത്തവർ കണ്ണില്ലാത്തവരാവുകയില്ല, കൈകാര്യം ഉള്ളവരാകണമെന്നില്ല, ഇല്ലാത്തവർ ഇല്ലാത്തവരാവുകയില്ല, വയസ്സന്മാരാവുകയില്ല. എന്താണ് ഒരാളുടെ സഞ്ചിത കർമ്മം? ആ കർമ്മത്തിൽ ഒരാൾ ശേഖരിച്ച ആത്മാവ് ശേഖരിച്ച കർമ്മം അതനുസൃതമായ ശരീരം കിട്ടും. വേദഗ്രന്ഥം കണിശമായി പറഞ്ഞിരിക്കും. യോമ തബിയൊല്ലൂജും ഒത്തസൊജും. ചില മുഖങ്ങൾ പ്രസന്നങ്ങളാണ്, അസാധാത്മകമാണ്, മന്ദസ്മിതമാണ്. ചില മുഖങ്ങൾ കറുത്തിരുണ്ടവയാണ്, ദുഃഖമുള്ളവയാണ്. ഒന്നുകൂടി പറഞ്ഞു, ഒമൻ ആരദിക്കിരി ഫൈനലഹു മൈഷത്തൻ ലങ്ക ഒനക്ഷർ യോമൽ കിയാമത്തേമ കാരണം റബ്ബി മഷത്തനെയാമ ഒക്കെ കുഞ്ഞു ബസീറ. അപ്പോൾ പറയും, ഭൂമിയിൽ ദൈവത്തിന് ഉത്ബോധനങ്ങൾ നിരാകരിക്കുന്നവർ മരണശേഷം അന്ധരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇപ്പോൾ ചോദിക്കും, ഭൂമിയിൽ കണ്ണുണ്ടായിരുന്നല്ലോ, എന്താ ഞങ്ങൾ അന്ധരായി? അതെ, കണ്ണുണ്ടായിരുന്നു. പക്ഷെ കണ്ണുപയോഗിച്ച് കാണേണ്ടത് കണ്ടില്ല, കാതുപയോഗിച്ച് കേൾക്കേണ്ടത് കേട്ടില്ല. അതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് ദൈവത്തിൻ്റെ പ്രത്യുത്തരം.